വിഷമം ആരെങ്കിലും അവർ ദ്വാരക്കാൻ പറഞ്ഞ ചില ആളുകളുണ്ടാവും, സ്ഥലം അങ്ങനെ ദ്വാരക്കിന്ന് അറിയും. അപ്പൊ ആ വിഷയം പറയുമ്പോഴൊക്കെ തന്നെ ആ പ്രശ്നം തന്നെ പരിഹരിക്കാൻ തയ്യാറായ പല ആളുകളും നമ്മുടെ ക്ലാസ് റൂമിലുണ്ട്. ഇതിനു മുമ്പ് അങ്ങനത്തെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന് നമ്പർ കൈമാറിയിട്ടുണ്ട്. പിന്നെ ചെറുശ്ശേരി ഉസ്താദിന്റെ അവസ്ഥ എന്താ, സുഖമാണോ? ചെറുശ്ശേരി ഉസ്താദിന് സുഖമില്ല. അപ്പൊ അതിന്റെ പൂർണ്ണരൂപം ഇപ്പൊ എനിക്കറിയില്ല. പിന്നെ ഓപ്പറേഷൻ പിന്നെ അതിനെന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് ഏതോ മദ്രാസിലെ ഏതൊക്കെ ഡോക്ടർമാർ അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഇനി നീങ്ങുള്ളൂ എന്നൊക്കെ അറിഞ്ഞ്, അതേസമയത്ത് പിന്നീട് ഇന്നലത്തെ സ്ഥിതി എനിക്കറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ശിഫ നൽകട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ചെറുശ്ശേരി ഉസ്താദിന് പൂർണ്ണ ശിഫ നൽകട്ടെ. അള്ളാഹുവിന്റെ ത്വാഅത്തിലായി ദീർഘകാലം ഇനിയും ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖും അതിന് ദീർഘായുസ്സൊക്കെ അള്ളാഹു തആല പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്. ഒരു ഭാര്യയും ഭർത്താവും പിരിഞ്ഞിട്ട് 4 വർഷം അല്ലെങ്കിൽ 4 മാസം അല്ലെങ്കിൽ 5 മാസമായി. ആ മാസത്തിനിടയിൽ അവർ തമ്മിൽ കാണുകയോ ബന്ധപ്പെടുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഈ മാസത്തിന് ശേഷം അവളെ തലാഖ് ചൊല്ലിയാൽ അവൾ ഇദ്ദരിക്കണം. അവളെ ഇപ്പൊ ഗൾഫിലൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാവൂലല്ലേ? ഗൾഫിലുള്ള ആളുകളൊക്കെ ഭർത്താവും ഭാര്യയും കൂടി മുട്ടി വീണിട്ട് കുറെ മാസങ്ങളോ വർഷങ്ങളൊക്കെ ആയി. പിന്നീട് തലാഖ് ചൊല്ലി നിൽക്കുക. എന്നാലും വേണം ഇദ്ദരിക്കണം. എന്നാലും ഇദ്ദരിക്കണം. നിക്കാഹ് കഴിഞ്ഞ ഉടനെ തലാഖ് ചൊല്ലി നിൽക്കുക. ഒരു പെണ്ണിനെന്ത് ചെയ്ത അയാള് നിക്കാഹ് ചെയ്ത് എന്നിട്ട് അവളും അവനും കൂടി ബന്ധപ്പെടാതെ അവളെ അവൻ തലാഖ് ചൊല്ലി. എന്നാൽ പിന്നെ എന്ത് വേണ്ട? ഇദ്ദയില്ല. അപ്പോൾ ഇദ്ദയില്ലാന്ന്, അതല്ലെങ്കിൽ ഇദ്ദരിക്കണം. അവളും അവനും തമ്മിൽ കണ്ടിട്ട് കാലം കുറെ ആയിട്ടുണ്ട്, ബന്ധപ്പെട്ടിട്ടില്ല ഇല്ലാത്ത കാര്യം ഉറപ്പാണ്. എന്നാലും ഇദ്ദരിക്കണം. അപ്പൊ ചില ചോദ്യങ്ങൾ ഉണ്ടാവില്ലേ, എന്തിനാ അപ്പോൾ ഇദ്ദരിക്കണം? അവൾക്ക് അവനിൽ ഗർഭം ഇല്ല എന്നുള്ള കാര്യം ഉറപ്പല്ലേ? പക്ഷെ അന്ന് പറഞ്ഞത് അതൊക്കെ തഅബ്ബുദിയാണ്. ആ വിഷയങ്ങളൊക്കെ അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച ഹിക്മത്തുകൾ മുഴുവൻ നമുക്കറിയില്ല. അല്ലാഹു തആലയുടെ കൽപ്പന എങ്ങനെയാണ് ഇദ്ദരിക്കണം എന്ന്, അത് നമ്മൾ അനുസരിക്കുക. അതിലടങ്ങിയ ഹിക്മത്തുകൾ എന്തായാലും വേണ്ടില്ല, അത് നമുക്ക് നോക്കേണ്ട ആവശ്യം ഇല്ല. അതാ സുന്നി റൈസ് സെൻഡ് ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. പിന്നെ വളരെ ഭയങ്കര തമാശ ഉണ്ടായി. ജസ്റ്റ് ഒന്ന് ഗ്ലോബലിൽ പോയി നോക്കുമ്പോ അവിടെ ഈ ഇന്നലത്തെ പ്ലേബാക്ക് ഇട്ടുക. അതില് ജിഷാന്റെ ഇതിങ്ങനെ സംസാരത്തിൽ ഇങ്ങനെ പറയുമ്പോ, നിങ്ങൾ ഇതൊക്കെ സമ്മതിച്ചതല്ലേ, നിങ്ങൾ STV വിട്ടു പോരാൻ നിങ്ങൾ സമ്മതിച്ചതല്ലേ, നിങ്ങൾ അവിടെ മുഴുവൻ മോശമാണെന്നുള്ള കാര്യങ്ങൾ സമ്മതിച്ചതല്ലേ എന്ന് ചോദിക്കുമ്പോ, ജിഷാനെ അത് ഞാൻ അന്ന് എന്റെ സംസാരം എനിക്ക് അങ്ങനെ തോന്നിയതുകൊണ്ട് പറഞ്ഞതാണ്. അത് കാരണം ഞാൻ ഞാൻ അങ്ങനെ തെറ്റിദ്ധരിച്ചാണ് അന്ന് ഞാൻ സംസാരിച്ചപ്പോ ഞാൻ അങ്ങനെ മനസ്സിലാക്കിയതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ പിന്നെ ഇത് കള്ളക്ലിപ്പാണ് ജിഷ ഇട്ടത്, മുറിച്ചു വിട്ടതാണ് എന്ന് പറഞ്ഞത് മുഴുവൻ അതോടുകൂടി ബാത്തിലായി. ഏതായാലും ഇൻഷാ അല്ലാഹ് ആ ക്ലിപ്പിട്ട് മാത്രം നമ്മളിന്ന് ചർച്ച ചെയ്താൽ മതി. അതിൽ മാത്രം വളരെ വ്യക്തമായി പയ്യോളി പറയാം, അത് ഞാനന്ന് അങ്ങനെ കരുതി പറഞ്ഞതാണ്, അന്ന് ജിന്നെ തെറ്റിദ്ധരിപ്പിച്ചതാണ്, പിന്നെ എനിക്ക് മനസ്സിലായത് അൻ്റെപ്പം എന്തോ പിശാച്ച് കൂടിയതാണ്, അങ്ങട്ടാണ് ഇങ്ങട്ടാണ് എന്ന് പറഞ്ഞിട്ടേ വളരെ, അതായത് ആകെ തകർത്തു. ആ ഒരൊറ്റ വാക്ക് മതി. ജിഷാനിട്ട ക്ലിപ്പ് അന്നത്തത് വളരെ കറക്റ്റായിരുന്നു. അത് പയ്യോളി തന്നെ സമ്മതിക്കണം അവിടെ. അപ്പൊ ആ ക്ലിപ്പ് മാത്രം ഇട്ടാൽ മതി. ഓരത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അത് ആരെങ്കിലും അപ്ലോഡ് ചെയ്തത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് ഇന്നലത്തെ ഫുൾ റെക്കോർഡ് ആരെങ്കിലും അതിലുണ്ടെങ്കിൽ അത് എടുത്തുകൊണ്ടു ഓരോ സുന്നി ഗ്ലോബൽ വോയിസ്. പക്ഷെ അത് അത്ര മാത്രം പറയാണ്. ബഹുമാനപ്പെട്ട നൂർ ഫൈസി ഉസ്താദ് മൈക്കിൽ തൊട്ടു. അസ്സലാമു അലൈക്കും. ഞങ്ങളൊരു PM വരെ ഒരു പ്രൈവറ്റിൽ ഞാൻ നൂർ ഫൈസി ഉസ്താദിനെ കുറിച്ച് സംസാരിച്ചതായിരുന്നു. അപ്പത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ആ മറുപടി ഓലയൊക്കെ തന്നെ കിട്ടി എന്നുള്ളതാണ്. അവരുടെ കയ്യിൽ നിന്ന് തന്നെ ഈ ക്ലിപ്പിന്റെ ആധികാരികത, ജിഷാൻ കള്ളനാണ്, ജിഷാൻ കള്ളക്ലിപ്പ് ഉണ്ടാക്കിയതാണ്, ജിഷാൻ ഒരക്കെയാണ്, അങ്ങട്ടാണ് ഇങ്ങട്ടാണ്, പച്ചക്കളവാണ് എന്നൊക്കെ പറഞ്ഞപ്പോ ജിഷാന്റെ ഈ ക്ലിപ്പ് അദ്ദേഹം മറ്റേ പയ്യോളി അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണെന്നും അന്ന് അങ്ങനെ തെറ്റിദ്ധരിച്ചു പോയതാണെന്നും ഒക്കെ പയ്യോളി പറയണം. അതാണ് ഏറ്റവും വലിയ രസം.
അപ്പൊ ക്ലിപ്പ് ഏതായാലും ഒറിജിനലാണെന്ന് അവരെന്നെ സംഭവിച്ചു. ഇൻഷാ അല്ലാഹ് എന്നത് ഫുള്ള് റെക്കോർഡ് ചെയ്തിട്ട് കംപ്ലീറ്റ് നമുക്ക് ഇടണം. ബഹുമാനപ്പെട്ട നൂർ ഫൈസൽ ഉസ്താദ് മൈക്ക് പറ്റും. അസ്സലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ PM നമ്മളുള്ള മറുപടി അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് സുന്നീസ മൈക്കിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം. അതൊക്കെ ചർച്ച ചെയ്യാൻ. നമുക്കിപ്പോ കേരള ഇസ്ലാമിക് ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം സമയമില്ലാത്തൊരു വിഷയമല്ലാതുണ്ടല്ലേ? സമയം ഇല്ലാത്തൊരു വിഷയം വളരെ ഉണ്ട്. രാവിലെ ഇപ്പോ നമ്മുടെ ഖാഫില ബുറൈദ അല്ലെ, അദ്ദേഹം തന്നെ മറ്റേ അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ് ഉണ്ടാകാറുണ്ട് കഅബയെ സംബന്ധിച്ച്. അത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ വേറെ ക്ലാസ്സുകളും, പിന്നെ രാത്രി ഇനിയിപ്പോ ഖുർആൻ പരിശീലന ക്ലാസ് വരാനിരിക്കുകയാണ്. അതിന് പറയുമ്പോൾ രാത്രി ഇപ്പം ഇന്നുണ്ടാ ഈ പട്ടിക്കാട് ജാമ്യാനൂരി അറബി കോളേജിൽ മയ്യിത്ത് പരിപാലന ക്ലാസ്, അത് ഇന്നലെയും മിഞ്ഞാന്നൊക്കെ അതുണ്ടായിരുന്നു. പിന്നീട് ബുഷ്റാക്ക് മുഴുവനുണ്ട്. പിന്നെ ഇപ്പൊ മറ്റു വിഷയങ്ങളൊക്കെ സംസാരിക്കാൻ അതും അല്ലെ, ഇങ്ങനെ ഇന്നില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് അതുപോലെ ഇന്ന് മുസ്തഫ ഫൈസിന്റെ ഒരു ക്ലാസ്, അത് നല്ല പറഞ്ഞ അമീറിനല്ലൂരിന്നല്ലേ മുസ്തഫ ഫൈസിന്റെ, അതെ മുസ്തഫ ഫൈസിന്റെ, അത് മുസ്തഫ ഫൈസി കേരള ഇസ്ലാമിക് ക്ലാസ് ഒന്ന് നേരിട്ട് സംസാരിക്കും ഇൻഷാ അല്ലാഹ്. UAE സമയം 9 മണിക്ക് ഇൻഷാ അല്ലാഹ്. അപ്പൊ അങ്ങനത്തെ പല പരിപാടികളും അത് സമയം ഇല്ലാത്തൊരു വിഷയമാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ PMന്റെ ഈ മറുപടി വേഗം അവസാനിപ്പിക്കാം. അപ്പൊ അത് കഴിഞ്ഞ ഉടനെ തന്നെ സുന്നീസ മൈക്ക് എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. പിന്നെ അപ്പൊ എന്താ പറഞ്ഞത്? അപ്പോ തൊലാഖിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഓരോ ഹിക്മത്തുകൾ, അതുകൊണ്ട് അള്ളാഹു എന്താ ഉദ്ദേശം അള്ളാഹു തആലക്ക് തന്നെ അറിയുള്ളൂ. അതിന്റെ പൂർണ്ണമായ അതിൽ അള്ളാഹു ഉദ്ദേശിച്ച വിഷയം നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് അള്ളാഹു തആല എന്താണ് കൽപ്പിച്ചത് അത് സ്വീകരിക്കുക. അപ്പോ തൊലാഖ് ചെല്ലപ്പെട്ട അവൻ അവിടെ തൊട്ട് മറിഞ്ഞിട്ട് കാലം കുറെ ആയിട്ടുണ്ട്. എന്നാലും ശരി, തലാഖ് ചെല്ലിയാൽ ആ തലാഖിന്റെ ഇദ്ദ അവിടെ ഇരിക്കണം. അത് തന്നെയാണ് അതിന്റെ വിധി. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, എനിക്ക് നമസ്കരിക്കുമ്പോഴും അതുപോലെ എന്തെങ്കിലും നല്ലത് ചെയ്താൽ അത് എല്ലാവരും അറിയണം എന്ന് തോന്നാറുണ്ട്. മാത്രമല്ല എന്നെപ്പറ്റി ഞാൻ തന്നെ നന്നാക്കി പറയും. മറ്റുള്ളവർ എന്നെപ്പറ്റി നല്ലത് പറയണം അതിനു വേണ്ടി നന്നായി നടക്കുന്ന പോലെ തോന്നാറുണ്ട്. ഉസ്താദ് ദുആ ചെയ്യണം. വേറെ വല്ലതും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉസ്താദ് പറയണം. അതൊക്കെ സർവ്വസാധാരണയാണ്. അതൊക്കെ കാരണം നമ്മളെ പഴപ്പിക്കാൻ വേണ്ടി കൂടെ ഇബ്ലീസും ഉണ്ടല്ലോ അല്ലേ? നമ്മളെ പഴപ്പിക്കാൻ വേണ്ടി ഇബ്ലീസ് ഇങ്ങനെ ഉണ്ട്. അപ്പൊ ആ ഇബ്ലീസ് ഓരോ തോന്നിപ്പിക്കുക. അതിന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളൊക്കെ നമ്മൾ ചെയ്യാം. ഇബാദത്തുകളൊക്കെ ചെയ്യുമ്പോഴേ പിന്നെ അത് നമ്മുടെ എത്ര ഇഖ്ലാസോടുകൂടി ഇങ്ങനെ ചെയ്യണം എന്ന് കരുതിയാലും തന്നെ വേറെ ആരെങ്കിലും ഒക്കെ കാണുകയാണെങ്കിൽ വലിയ സന്തോഷന്റെ ഇപ്പൊ ഞാൻ അതൊക്കെ ചെയ്യുന്നുണ്ട്, ഓരൊക്കെ അറിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഓരൊക്കെ ഒന്ന് അറിയിക്കണമെന്നൊരു ആഗ്രഹം. അതൊക്കെ നമ്മുടെ അമലുകൾ ബാത്തിലാക്കാൻ വേണ്ടി ഇബ്ലീസ് നമ്മെ കൊണ്ട് തോന്നിപ്പിക്കുന്ന ഓരോ തോന്നിപ്പിക്കലാണ്. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യുക. അതന്നെ സാധിക്കുന്ന രീതിയിൽ ഒരു മനുഷ്യന് സാധിക്കുന്ന ഒരു വിഷയം ഉണ്ടല്ലോ, സാധിക്കുന്നതിൽ അല്ലാഹു തആല നമ്മോട് കീർത്തിക്കൊള്ളൂ. അപ്പൊ സാധിക്കുന്ന രീതിയിൽ മറ്റുള്ള ആളുകൾ കാണാൻ വേണ്ടിയും ഒന്നല്ല, അവരെ അറിയാൻ വേണ്ടിയൊന്നല്ല, അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്യുന്നത് എന്ന രീതിയിൽ കഴിയുന്നതും ആക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നമ്മൾ അത്ര ശ്രമിച്ചാലും പിന്നെ സാധിക്കാത്ത ചില വിഷയങ്ങളുണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹു തആല പുറത്തു തരുകയും ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യുകയും ചെയ്യാം. പിന്നെ വേറെ ഒരു ചോദ്യം ഇവിടെ ഉണ്ടായിരുന്നത് ഇന്നലെ പറഞ്ഞാണ്, ഒരാൾ മരിച്ച അയാളുടെ പിന്നെ ഭാര്യ ഗർഭിണിയാണ്. അപ്പൊ അതില് ആ കുട്ടിയെ പ്രസവിച്ചതിന് ശേഷമേ ഓഹരി ചെയ്യാൻ പറ്റുള്ളൂ, ആളുടെ സ്വത്ത് ഓഹരി ചെയ്യാൻ പറ്റുള്ളൂ. അതിന് മുമ്പ് ഓഹരി ചെയ്യാമോ? മുമ്പ് തന്നെ ഓഹരി ചെയ്താണില്ല. അപ്പൊ ഗർഭത്തിലുള്ള കുട്ടിയുടെ സ്വത്തിന്റെ സ്ഥിതി എങ്ങനെയായിരിക്കും? അതൊക്കെ ബഹുമാനപ്പെട്ട ഉലമാക്കള് അവരുടെ ഫിഖഹിന്റെ കിതാബുകളിൽ വളരെ സവിസ്തരമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അത് ഈ ഒരു ചുരുങ്ങിയ സമയത്ത് ഇതിവിടെ വിവരിക്കാനുള്ളത് വളരെ പ്രയാസമുള്ള വിഷയമാണ്. ഏതായാലും ശരി, ഇപ്പോൾ വലോ ഹല്ലഫ ഹംലൻ യരിസു ഔ ഖദ് യരിസു, അങ്ങനെ എത്രത്തോളാണ് ചെണ്ടല്ലേ, എത്രത്തോളമാണ് ഒരാള് മരിച്ചു പോകുമ്പോഴേ മറ്റൊരാൾക്ക് ഗർഭമുണ്ട്. ആ ഗർഭത്തിലുള്ള ആ ശിശു ഈ മരിച്ചുപോയ ആളുടെ അനന്തരാവകാശി ആവാനും സാധ്യതയുണ്ട്,
ആവാൻ ഉറപ്പുണ്ട്, ചിലപ്പോൾ ആവുമെന്ന് ഉറപ്പില്ല, എന്നാൽ ആവാം, അങ്ങനെയുള്ള വിഷയമുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ സ്വന്തം ഭാര്യക്കാണ് ഗർഭം, അവള് പ്രസവിച്ചാൽ ആ കുട്ടിക്ക് സ്വത്താവകാശം ഉണ്ടാവുന്ന കാര്യം ഉറപ്പാണല്ലോ. ആ കുട്ടിക്ക് സ്വത്താവകാശം ഉണ്ടാവുന്ന കാര്യം ഉറപ്പാണ്. നേരെ മറിച്ച് ഭാര്യക്കല്ല, ആ മരിച്ച ആളെ ഭാര്യക്കല്ല ഗർഭം, ആ മരിച്ച ആളെ വേറെ ആർക്കെങ്കിലുമാണ് ഗർഭം, അങ്ങനല്ലോ. അപ്പോ അയാള് ആ കുട്ടിയെ പ്രസവിച്ചാൽ ആ കുട്ടിക്ക് ചിലപ്പോൾ സ്വത്താവകാശം ഉണ്ടാവും, ചിലപ്പോൾ സ്വത്താവകാശം ഉണ്ടാവില്ല. ഉദാഹരണം പറയാൻ, സഹോദരന്റെ ഭാര്യക്കാണ് ഗർഭം അല്ലേ, ആ പ്രസവിച്ചാൽ ആൺകുട്ടിയാണെങ്കിൽ സ്വത്താവകാശം ഉണ്ടാവും, പെൺകുട്ടിയാണെങ്കിൽ സ്വത്താവകാശം ഉണ്ടാവില്ല, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഏതായാലും ശരി, പ്രസവിക്കപ്പെടുന്ന കുട്ടി, ആ കുട്ടിക്ക് ചിലപ്പോൾ സ്വത്താവകാശം ഉണ്ടാവുന്ന കാര്യം ഉറപ്പുണ്ടാവുന്ന രീതിയിലുണ്ടാവും, ഉറപ്പില്ലാത്ത രീതിയിലുണ്ടാവും. അപ്പോഴൊക്കെ എന്താ ചെയ്യേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട ഉലമാകളുടെ കിതാബിൽ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. ആ വിഷയത്തിൽ സൂക്ഷ്മത പാലിക്കുക. എന്നിട്ട് അവൾ ആദ്യം ഈ രീതിയിൽ ഓഹരി ചെയ്യുക, പിന്നെ കുട്ടി ഈ രീതിയിലാണ് ഇങ്ങനെ ഓഹരി ചെയ്യുക. അതൊക്കെ നമ്മുടെ ഫിഖിന്റെ കിതാബില്. പിന്നെ അതിപ്പോ ഇവിടെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഒരു മസാല പെട്ടെന്ന് പറഞ്ഞാൽ തിരിയുന്ന ഒരു വിഷയമല്ല. പിന്നെ മറ്റുള്ള ആളുകൾക്ക് തന്നെ അത് ആ വിഷയത്തിൽ നിന്ന് അങ്ങനെ മനസ്സിലാക്കാനും സാധിക്കില്ല പെട്ടെന്ന്. അപ്പോ അതൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ബുഷ്റാ കുമുലിയോമിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ വേണമെങ്കിൽ അത് സംബന്ധമായ മാത്രം ഒരു ക്ലാസ് വെക്കാൻ പറ്റുമോ നമുക്ക് ശ്രമിക്കാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. അത് സംബന്ധമായ പിന്നെ ഒരു വിഷയം, അത് സംബന്ധമായി മാത്രമുള്ള ഒരു വിഷയം നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഉസ്താദെ, ഖുർആൻ ഓതുമ്പോൾ ഔറത്ത് മറക്കൽ നിർബന്ധമുണ്ടോ? ഖുർആൻ ഓതുമ്പോൾ ഔറത്ത് മറക്കൽ നിർബന്ധമൊന്നുമില്ല, സുന്നത്താണ്. ഖുർആൻ ഓതുമ്പോൾ അതിൻ്റെതായ അദബുണ്ടല്ലോ. വുളു നിർബന്ധമില്ല. ഖുർആൻ തൊടാനും വുളു നിർബന്ധമാണ് അല്ലേ? മുസ്തഹഫ് തൊടാനും ചുമക്കാനൊക്കെ വുളു നിർബന്ധമാണ്. എന്നാൽ ഖുർആൻ ഓതാൻ വുളു നിർബന്ധമില്ല, സുന്നത്തുണ്ട്. അതുപോലെ തന്നെ ഖിബിലയിലേക്ക് തിരിഞ്ഞിരിക്കുക, നല്ല വസ്ത്രം ധരിക്കുക, പിന്നെ അങ്ങനെ നല്ല സ്ഥലത്ത് ഇരിക്കുക, ഇതൊക്കെ ഖുർആൻ ഓതുന്നതിന്റെ ആദാബുകളിൽ പെട്ടതാണ്, അതിന്റെ മര്യാദകളിൽ പെട്ടതാണ്. അങ്ങനെയുള്ള ഒരു മര്യാദയിൽ പെട്ടതാണ് ഔറത്ത് മറച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ ഔറത്ത് മറക്കാതെ ഖുർആൻ ഓതിയാലും ഖുർആൻ ഓതി കൂലി കിട്ടും. പിന്നെ ഉസ്താദെ, എനിക്കും എന്റെ കുടുംബത്തിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിനെയും ദുനിയാവും ആഖിറവും വിജയിപ്പിക്കാൻ ദുആ ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നമുക്കും നമ്മുടെ കുടുംബത്തിനും എല്ലാ മുസ്ലിങ്ങൾക്കും ദുനിയാവിലും ആഖിറത്തിലും രക്ഷ നൽകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ടവരിൽ അല്ലാഹു തആല നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. നമ്മുടെ ആഖിബത്ത് പടച്ച റബ്ബ് നന്നാക്കി തരട്ടെ. അല്ലാഹു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എന്റെ ഉപ്പ ഒരു ഹോസ്പിറ്റലിൽ ഒരു എമൗണ്ട് ഷെയറിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിന് എല്ലാ മാസവും ഒരു എമൗണ്ട് ലഭിക്കുന്നു. അതിൽ ലാഭം തരാമെന്ന് പറഞ്ഞിട്ട് ലാഭം തരാറില്ല. ചിലപ്പോൾ പൈസ നൽകുന്നതിൽ ദിവസം വൈകാറുണ്ട്. ഇത് പലിശയാകും? അത് പലിശ ഒന്നല്ല. അത് അയാളെന്താണ് ഒരു ഹോസ്പിറ്റലില് ഷെയർ കൂടിയിട്ടുണ്ട്. എല്ലാ മാസവും ഒരു നിശ്ചിത സംഖ്യ തരുന്നു. പിന്നീട് കണക്ക് കൂട്ടിയിട്ട് ലാഭം കണക്കാക്കിയിട്ട് പിന്നെ ആ ലാഭത്തിന്റെ വിഹിതം അയാൾക്ക് ലഭിക്കുന്നു. അതല്ല, ആ രീതിയിലാകുമ്പോ അതുകൊണ്ട് വിരോധമില്ല. പിന്നെ സാധാരണ തരുന്ന പൈസ ലഭിക്കാൻ ചിലപ്പോഴൊക്കെ വൈകാറുണ്ട്. അതൊന്നും സാരില്ല. അതുകൊണ്ടൊന്നും ഇപ്പോ വന്ന് പലിശ ആവില്ല. പലിശ ആവണമെങ്കിൽ ഒരു നിശ്ചയ സംഖ്യ മാത്രം മാസം, ആ ഹോസ്പിറ്റലിൽ നഷ്ടമാവട്ടെ ലാഭമാവട്ടെ, നിങ്ങൾക്ക് ഒരു നിശ്ചിത സംഖ്യ മാത്രം മാസം ലഭിക്കുന്നു. അത് കൂടുകയോ കുറയുകയോ ഒന്നും ചെയ്യുന്നില്ല. അത് അതിന്റെ ലാഭത്തിന്റെ വിഹിതം അനുസരിച്ചല്ല. ഈ രീതിയിലൊക്കെ ആകുമ്പോഴാണ് അത് പലിശ ആവുക, അല്ലെങ്കിൽ പലിശ ഒന്നല്ല. പിന്നെ പുണ്യ റൗളയിൽ എത്തുമ്പോൾ എങ്ങനെ അകത്ത് കടക്കണം? സലാം പറയുന്ന രീതി, ഇവിടെ ഇരുന്ന് എന്തെല്ലാം ചെല്ലണം? തിരിഞ്ഞു പോകുമ്പോൾ എന്ത് പറയണം?
പുണ്യ റൗദയിലേക്ക് കടക്കുമ്പോൾ സാധാരണ പള്ളിയിലേക്ക് കടക്കുന്നത്, മസ്ജിദ് നബവിയിലേക്ക് കടക്കുമ്പോഴും തന്നെ സാധാരണ പള്ളിയിലേക്ക് കടക്കുമ്പോൾ ചെല്ലുന്നത് സുന്നത്താണ്. ആദ്യം വലത്തേക്കാലും ആദ്യം എടുത്തു വെക്കുക, അത് സുന്നത്താണ്. അത് മസ്ജിദ് നബവിയിലേക്ക് മാത്രമല്ല, ഏതൊരു പള്ളിയിലേക്ക് മാത്രമല്ല, ഏത് വീട്ടിലേക്ക് പ്രവേശിക്കുകയാണെങ്കിലും, വീട്ടിലേക്കാവട്ടെ പള്ളിയിലേക്കാവട്ടെ, അത് മസ്ജിദ് നബവിയിലേക്കാവട്ടെ, എവിടേക്കായാലും ശരി, കടക്കുന്ന സമയത്ത് ആദ്യം വലത്തേക്കാലം എടുത്തു വെച്ച് കടക്കുക. പിന്നെ പള്ളിയിൽ കടക്കുമ്പോൾ ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി വഫ്തഹ് ലി അബ്വാബ റഹ്മതിക് എന്ന് പറയൽ സുന്നത്താണ്. അത് ഏത് പള്ളിയിൽ കടക്കുമ്പോഴും അത് സുന്നത്താണ്, മസ്ജിദ് നബവിയിൽ കടക്കുമ്പോഴും അത് സുന്നത്താണ്. ആ വലത്തേക്കാലം എടുത്തു വെച്ചുകൊണ്ട് ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി വഫ്തഹ് ലി അബ്വാബ റഹ്മതിക് എന്ന് പറഞ്ഞുകൊണ്ട് കടക്കുക മസ്ജിദ് നബവിയിൽ കടക്കുമ്പോൾ, സാധാരണ പള്ളിയിൽ കടക്കുന്നത് പോലെ തന്നെ. പിന്നീട് തഹിയ്യത്ത് നിസ്കരിക്കുക, അല്ലെ, തഹിയ്യത്ത് നിസ്കരിക്കുക. ഇനി അവിടെ ജമാഅത്തൊക്കെ നടക്കുകയാണെങ്കിൽ ജമാഅത്തിൽ പങ്കെടുക്കുക, അതല്ല എങ്കിൽ തഹിയ്യത്തൊക്കെ നിസ്കരിക്കുക. ആ തഹിയ്യത്ത് നിസ്കാരം പിന്നെ ഫർദ് നിസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചാലും തഹിയ്യത്ത് കൊണ്ടുള്ള കൽപ്പന നിർവഹിച്ചനാവും. ഏതായാലും ശരി, പള്ളിയിൽ കടന്നിട്ട് ഇരിക്കുന്നതിന് മുമ്പായിട്ട് 2 റക്അത്ത് നിസ്കരിക്കുക. അത് തഹിയ്യത്തിന് നിയ്യത്തോടു കൂടി ആയാലും വേണ്ടില്ല, അല്ലെങ്കിൽ ഫർദ് നിസ്കാരത്തിന് മുമ്പൊക്കെ ഉള്ള സുന്നത്ത് നിസ്കാരം ആയാലും വേണ്ടില്ല. അതല്ല ഇനി അവിടെ ഫർദ് നിസ്കാരം നടക്കുന്നു, അതിൽ കൂടിക്കൊണ്ടായാലും വേണ്ടില്ല. ഏതായാലും ശരി, ഇരിക്കുന്നതിന് മുമ്പായിട്ട് നിസ്കരിക്കുക എന്നർത്ഥം. നിസ്കാരം കഴിഞ്ഞ ശേഷം റൗള ഷരീഫ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ പിന്നെ ഖബർ ഷരീഫിന്റെ അടുക്കിലേക്ക് ചെല്ലുക, എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിന് സലാം ചെല്ലുക. അത് അവിടെ നിന്നിട്ട് കൂടുതൽ സമയം ഉണ്ടാവൂല, അല്ലെ, എത്ര തിരക്കില്ലാത്ത സമയമാണെങ്കിലും ശരി, ആ റൗള ഷരീഫ് ഖബർ ഷരീഫിന്റെ അടുത്തുള്ള ആ ദ്വാരണ്ടല്ലോ, ആ ദ്വാരത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് കൂടുതൽ നേരം നിൽക്കാനും സമയം ഉണ്ടാവില്ല. അപ്പൊ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലുള്ളാഹി, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് പറയാനൊക്കെ അപ്പം സമയം ഉണ്ടാവുള്ളൂ. പിന്നീട് അവിടുന്ന് കുറച്ചും കൂടെ അങ്ങോട്ട് ഒരു 1-2 അടിയും കൂടെ എടുത്തു വെച്ചിട്ട് പിന്നെ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സലാം ചെല്ലുക. അസ്സലാമു അലൈക യാ ഖലീഫത്ത റസൂലില്ലാഹി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, സിദ്ദീഖ് റളിയല്ലാഹു സലാം ചെല്ലുക. പിന്നീട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് സലാം ചെല്ലുക. അതിനുശേഷം പുറത്ത് കടന്നുകൊണ്ട് ദീർഘനേരം ദുആ ചെയ്യുക. അതായിരിക്കും നന്നാവുക. കാരണം റൗള ഷരീഫിന്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ കുറെ നേരം അവിടെ നിൽക്കുകയാണെങ്കിൽ വേറെ ആളുകൾക്ക് അതൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ടാകും. കാരണം ധാരാളം ആളുകൾ ഇങ്ങനെ ഇറങ്ങി വരികയുള്ളൂ. അപ്പൊ അവർക്ക് നിങ്ങൾ തടസ്സമാവരുത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നിന്നിട്ട് ചെറിയ രീതിയിൽ സലാമൊക്കെ ചൊല്ലി പിന്നീട് മസ്ജിദ് നബവിന്റെ പുറത്തേക്ക് കടക്കുക. പുറത്തേക്ക് കടക്കുമ്പോൾ ഇടത്തേക്കാല് എടുത്തു വെക്കലാണ് പുറത്തേക്ക് കടക്കുമ്പോൾ സുന്നത്ത്. പുറത്തേക്ക് കടക്കുമ്പോൾ ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി വഫ്തഹ് ലി അബ്വാബ ഫളിക് എന്ന് പറയൽ സുന്നത്തുണ്ട്. സാധാരണ പള്ളിന്റെ വിധി തന്നെയാണ് അതിന്റെ വിധി. പിന്നീട് ആ മസ്ജിദ് നബവിന്റെ പുറത്ത് കണ്ട് കടന്നു നിന്നാൽ പിന്നെ നമ്മൾ ഫ്രീ ആയി, അല്ലേ. പിന്നെ നമ്മൾ ഫ്രീ ആയി എന്ന് പറഞ്ഞാൽ വേറെ ആളുകൾക്ക് നമ്മൾ അവിടെ നിൽക്കുന്ന പിന്നെ നമ്മളെ കൊണ്ടൊരു ശല്യമില്ലേ വേറെ ആളുകൾക്ക്. അപ്പൊ നമ്മൾ പിന്നെന്ത് ചെയ്യുക, ധാരാളം ദുആ ചെയ്യുക. അള്ളാഹുവിന്റെ റസൂലിനെയും അതുപോലെ തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പോലെയുള്ള ആളുകളൊക്കെ തവസ്സുൽ ചെയ്തുകൊണ്ട് ധാരാളം ദുആ ചെയ്യുകയും ചെയ്തു. അതൊക്കെ തന്നെ ഇപ്പൊ മസ്ജിദ് നബവിയിലേക്ക് കടക്കുമ്പോഴും മസ്ജിദ് നബവിയിൽ നിന്ന് പുറപ്പെടുമ്പോഴൊക്കെ ശ്രദ്ധിക്കാനുള്ള പ്രത്യേകമായ കാര്യങ്ങൾ ഇപ്പോ ഈ പറഞ്ഞൊക്കെ തന്നെയാണ്, അല്ല വേറെ പ്രത്യേകമൊന്നുമില്ല. പിന്നെ റൗളയിൽ വെച്ച് നിസ്കരിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. റൗള ഉണ്ടല്ലോ, മാബൈന ഖബരി വ മിമ്പരി, റസൂലുള്ളാഹിന്റെ മിമ്പറിന്റെയും റസൂലുള്ളാഹിന്റെ ഖബർ ഷരീഫിന്റെയും കൂടി ഇടയുള്ള ആ സ്ഥലം, അതാണ് റൗള. ദുനിയാവിലെ സ്വർഗമാണ്. റൗളത്തും റിയാദുൽ ജന്നയാണ് അത്. മാബൈന ഖബരി വ മിമ്പരി റൗളത്തും റിയാദുൽ ജന്ന, അത് സ്വർഗ പൂങ്കാവനങ്ങളിൽപ്പെട്ട ഒരു പൂങ്കാവനമാകുന്നു എന്റെ ഖബറിന്റെയും മിമ്പറിന്റെയും കൂടി ഇടയുള്ള സ്ഥലം. അപ്പൊ അവിടെ എങ്ങനെയെങ്കിലും പ്രവേശിക്കാൻ നോക്കുക. കൂടുതൽ ആളുകളെ വിഷമിപ്പിക്കുകയും ചെയ്യാത്ത രീതിയിൽ പ്രവേശിക്കാൻ നോക്കുക. എന്നിട്ട് സൗകര്യമുള്ള സമയത്ത് അവിടെ വെച്ച് നിസ്കരിക്കുക, ദുആ ചെയ്യുക. അതിനൊക്കെ പ്രത്യേകമായ പുണ്യമുണ്ട്. അതൊക്കെ പിന്നെ അല്ലേ. പിന്നെ ഉസ്താദെ, ഞാൻ ഒരു മദ്രസ അധ്യാപകനാണ്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി റസൂലിനെ സ്വപ്നത്തിൽ കണ്ടു എന്ന് പറയുന്നു. കുറെ മുടിയൊക്കെ ഉള്ള ഒരാളായിട്ടാണ് കണ്ടതെന്ന് പറയുന്നു. അത് റസൂൽ തന്നെയാണോ എന്ന് ചോദിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപം ശൈത്താന് കോലം അറിയാൻ സാധിക്കൂല എന്ന്. റസൂലുള്ളാഹിന്റെ രൂപം ഉണ്ടല്ലോ,
അത് റസൂലുള്ളാന്റെ രൂപം ഉണ്ടല്ലോ, ആ രൂപം ആയിട്ട് ശൈത്താന് മറിയാൻ സാധിക്കൂല. അതിനിപ്പോ അത് ആ മറിഞ്ഞത് ഇപ്പൊ നമ്മളാ കണ്ടത് റസൂലുള്ളാന്റെ രൂപം തന്നെയാണോ അല്ലയെന്ന് നമുക്കറിയോ? സഹാബത്തിന് അറിയില്ലേ? സഹാബത്ത് അവർ റസൂലുള്ളാനെ കണ്ടതാണ്. അപ്പോ സഹാബത്ത് സ്വപ്നം കണ്ടു നിൽക്കുക. അപ്പൊ ആ സ്വപ്നത്തിൽ കണ്ട ആള് റസൂൽ തന്നെയാണോ, റസൂൽ തന്നെ അല്ലേ, റസൂലുള്ളാന്റെ രൂപമാണോ അല്ലയെന്ന് സഹാബത്തിന് അറിയാം. നമുക്കതറിയോ? നമുക്കറിയില്ല. അപ്പോ ഹദീസുകൾ എന്താണ്? നബി തങ്ങളുടെ രൂപം ഇബ്ലീസിന് മറിയാൻ സാധിക്കൂല എന്നാ. വേറെ രൂപം മറിഞ്ഞുകൊണ്ട് ഞാൻ നബിയാണ് എന്ന് തോന്നിപ്പിക്കാൻ സാധിക്കൂല എന്നല്ല ഉള്ളത്. സാക്ഷാൽ റസൂലുള്ളാന്റെ ആ രൂപത്തിൽ ഇബ്ലീസിന് വരാൻ സാധിക്കൂല. അതാ. അപ്പൊ സാക്ഷാൽ റസൂലുള്ളാന്റെ രൂപത്തിൽ ഒരാൾ റസൂലുള്ളാനെ കണ്ടു നിൽക്കുക, എന്നാൽ റസൂലുള്ള തന്നെയാണ്, അത് ഇബ്ലീസ് അല്ല. നേരെ മറിച്ച് ഒരാളിങ്ങനെ ഒരു കൊമ്പമീശൊക്കെ വെച്ചിട്ടില്ലേ, താടിയൊക്കെ വെടിച്ചിട്ടുണ്ട്, കൊമ്പമീശൊക്കെ വെടിച്ചിട്ടുണ്ട്, അല്ല കൊമ്പമീശൊക്കെ വെച്ചിട്ടുണ്ട് ഒരു അല്ലേ, എന്നിട്ട് അയാള് റസൂലിനെ തോന്നിപ്പിച്ച് നിൽക്കുക. അപ്പൊ റസൂലല്ല, റസൂലല്ല, ഇബ്ലീസ് ആണ്. ഇവിടെ ഹദീസിലുള്ള റസൂലാന്റെ രൂപം അറിയാൻ സാധിക്കൂല എന്നുള്ളത്. ഇന്നലെ എനിക്കൊരാൾ വിളിച്ചിട്ട് പറഞ്ഞ് അയാള് നബിയെ കണ്ട് മമ്മൂട്ടിയുടെ മാതിരി അത്രേ, താടിയൊന്നും ചാറിന് മമ്മൂട്ടിയുടെ മാതിരിയാണ് പറഞ്ഞത്. അപ്പൊ അതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനപ്പെട്ട ഉലമാവ് പറയുന്നുണ്ട്, റസൂലുള്ളാഹിനെ ഹയാത്ത് കാലത്ത് കാണാത്ത ഒരാൾ റസൂലുള്ളാഹിനെ കണ്ടിട്ടുണ്ടെങ്കിൽ റസൂൽ തന്നെയാണോന്ന് എങ്ങനെ ഉറപ്പിക്കുകയാണ്? റസൂൽ തന്നെയാണെന്ന് ഉറപ്പിക്കൽ ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപങ്ങളെ കുറിച്ചൊക്കെ കിതാബുൽ സവിസ്തരം പ്രതിപാദിച്ചിട്ട് ഷമായിലൊക്കെ അല്ലേ, അതല്ലേ ഷമായിലൊക്കെ പിന്നെ അത് ശരിക്കും വിവരിച്ചിട്ടുണ്ടല്ലോ. റസൂലുള്ളാഹിന്റെ നീളം എത്രയായിരുന്നു, അധികം നീളമുള്ളവരോ എന്നാൽ വളരെ കുറിയവരോ എല്ലാം ഒറ്റൊരാളായിരുന്നു റസൂലുള്ളാഹിനെ കുറിച്ച്. അതാളല്ലേ. അതേസമയം തടിയില്ല നീണ്ടൊരു മനുഷ്യനായിട്ടാണ് കണ്ടിരിക്കുന്നത്. അപ്പൊ റസൂലല്ല. അല്ലെങ്കിൽ ചെറിയ ഒരു കുട്ടി ഒരു നീളം തീരല്ലാത്ത ആളായിട്ടാണ് കണ്ടത്. അപ്പൊ റസൂലല്ല. കാരണം റസൂൽ അധികം നീളം, വല്ലാതെ നീളമുള്ള ആളെന്ന് പറയാൻ പറ്റില്ല റസൂലിനെ കുറിച്ച്. എന്നാൽ ഒരു നീളമില്ലാത്ത ആളാണെന്നും പറയാൻ പറ്റില്ല. ഒത്തൊരാള്, അതാണ് നല്ലൊരു ഒത്തൊരാള് ആണ് റസൂലുള്ളാഹി. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് താടി ഉണ്ടായിരുന്നു അല്ലേ? ആ താടിന്റെ രൂപം എങ്ങനെയായിരുന്നു എന്ന് പോലും കിതാബുകളെ കാണും. റസൂലുള്ളാഹിക്ക് മുടി ഉണ്ടായിരുന്നു, ആ മുടിയുടെ രൂപം എന്താണെന്നും ഉണ്ട്. അപ്പൊ ചെവിക്കുന്നി വരെയായിരുന്നു. ചിലപ്പോൾ ആ ചെവിക്കുന്നിയേക്കാളും കുറച്ചും കൂടി പിന്നെ നീളം ഉണ്ടാവും. ചിലപ്പോൾ വളരെ അപൂർവമായി ചില സമയങ്ങളിൽ റസൂലുള്ളാഹിന്റെ മുടി ചുമലും അങ്ങ് തട്ടും, ഇങ്ങനെ അടിക്കും. അപ്പൊ അത് ആ രീതിയിലൊക്കെയാണ് നിൽക്കുക. എന്നാ റസൂലുള്ളാഹിയാണ്. അതിനേക്കാളും അപ്പുറം ചന്തി വരൊക്കെ നീളമുള്ള ഒരാളായിട്ടാണ് കണ്ടു നിൽക്കുക, മുടി നീളണ്ടുന്നത്. അപ്പൊ റസൂലല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങള് ചുവപ്പ് നിറം കലർന്ന വെളുത്ത ആളായിരുന്നു. നല്ല വെള്ളമല്ല, ഈ ഇംഗ്ലീഷുകാരെ വെള്ളം ഉണ്ടല്ലോ അതല്ല. പിന്നെ എന്നാ ആഫ്രിക്കക്കാരെ കറുപ്പാണ്, അതുമല്ല. വെളുത്ത ആൾ തന്നെയാണ്. പക്ഷെ ആ വെള്ളയിലേക്ക് ഒരു ചുവപ്പ് രാശി ഉണ്ടല്ലോ, അതിങ്ങനെ കലർന്നിട്ടുണ്ട്. വല്ലാത്തൊരു സൗന്ദര്യം അല്ലേ? ആ രീതിയിലായിരുന്നു അല്ലാഹു റസൂലിന്റെ നിറം. അതേസമയത്ത് ഇവൻ കണ്ട ആള് തനിച്ചൊരു കറുത്തിട്ട ആളാണ്. എന്നാലോ അപ്പൊ റസൂലല്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപങ്ങളൊക്കെ നമ്മുടെ കിതാബുകളൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് അല്ലേ? റസൂലുള്ളാഹിനെ നമ്മൾ കണ്ടിട്ടില്ല, എന്നാലും റസൂലുള്ളാഹി ഏതുപോലെയായിരുന്നു എന്ന് നമുക്ക് കൃത്യമായും അറിയാം. റസൂലുള്ളാഹിന്റെ നെഞ്ചിന്റെ വീതി, നെറ്റിത്തടത്തിന്റെ സ്വഭാവം, പുരികം, മൂക്കിന്റെ സ്ഥിതിയിലെ അതൊക്കെ ഇവിടെ ബഹുമാനപ്പെട്ട ജലീൽ ദാരിമി കഴിഞ്ഞ നമ്മുടെ നൂറുൻ അലാ നൂറിൽ റസൂലുള്ളാഹിന്റെ ശമാഇൽ വിവരിച്ചിരുന്നു അല്ലേ? ആ മൂക്കും റസൂലുള്ളാഹിന്റെ മീശയും ആ ചുണ്ടും പല്ലും എത്രത്തോളം അല്ലേ എല്ലാം വിവരിച്ചിരുന്നു. അപ്പൊ അതിന് വിരുദ്ധമായ രൂപമാണ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് റസൂലുള്ളാഹിന്റെ രൂപം അല്ല, അത് റസൂലുള്ളാഹി അല്ല, അത് ഇബ്ലീസ് തോന്നിപ്പിച്ചതാണ്, റസൂലാണ് തോന്നിപ്പിച്ചതാണ് എന്ന് ബഹുമാനപ്പെട്ട ഉലമാക്കൾ ചിലർ പറയുന്നുണ്ട്. അതേ സമയത്ത് ചില ആളുകൾ പറയുന്നുണ്ട് അങ്ങനെ കണ്ടാലും റസൂൽ തന്നെയാണ്. പക്ഷെ ഇവന്റെ ഈമാൻ ഉണ്ടല്ലോ, ഇവന്റെ പിന്നെ ഈമാൻ മോശമായത് കാരണം റസൂലുള്ളാഹിന്റെ ശരിയായ രൂപം അവനെ കാണിക്കാതിരിക്കുകയാണ്. കണ്ട റസൂൽ തന്നെയാണ്, പക്ഷെ ഇവൻ ആള് റസൂലുള്ളാഹിന്റെ ശരിയായ രൂപം കാണാൻ മാത്രം ഇവൻ ഇല്ല. അപ്പൊ അത് കാരണം അങ്ങനെ കാണിക്കുകയാണ് എന്ന് ചിലരൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതല്ല, ഞാൻ നേരത്തെ പറഞ്ഞതാണ് കൂടുതൽ ബലം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഉസ്താദെ മറുപടി ടുഡേ ഈ ആള് പറഞ്ഞിരിക്കുന്നു ഇപ്പോഴും വരുന്ന ചോദ്യം അത് അല്ലെ. ഇപ്പൊ എത്രയായി? 2:45 അതെ, ഈ ആൾ അദ്ദേഹം പറഞ്ഞ സമയത്ത് തന്നെയാണ് 1:45. ഉസ്താദെ മറുപടി ടുഡേ 25/3/2014 KSA ടൈം 1 PM ടു 3 PM ഇടയിൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇപ്പൊ അദ്ദേഹം ഉണ്ടല്ലേ, എപ്പൊ ആ സമയം തന്നെ എടുക്കും അവിടെ.
അതെ ഇന്നലെ ഇന്ന് വീണ്ടും വന്നിട്ടുണ്ട് അതേ ചോദ്യം തന്നെ. ഇന്നലെ നമ്മൾ മറുപടി പറഞ്ഞിക്കണ്. മൂപ്പര് ആ സമയത്ത് അവിടെ ഉണ്ടാവൂല. പിന്നെ PM-ലൂടെ കൊടുക്കാൻ പറ്റുന്ന നിലക്കില്ല, ഒരുപാട് ചോദ്യങ്ങളും. അപ്പൊ ഏതായാലും ശരി, ഇപ്പൊ അദ്ദേഹം കേൾക്കുന്നുണ്ടാവുമെന്ന് കരുതുന്നു. പിന്നെ ഒന്ന്, തലമുടി കറുപ്പിച്ചാൽ വാജിബായ കുളിയും പിന്നെ വുളു തുടങ്ങിയവ ആവുമെന്ന. അത് സഹിയാകും. തലമുടി കറുപ്പിച്ചാല് അത് നമ്മളെപ്പോഴും പറയാറുള്ളൂ, എപ്പോഴും വേറെ ചോദ്യമാണ്. തലമുടി കറുപ്പിക്കുന്ന സാധനം കാണണം, എന്നാലേ അതിനെ കുറിച്ച് അറിയാൻ പറ്റുള്ളൂ അല്ലേ. ആ കറുപ്പിക്കുന്ന സാധനം മുടിയുടെ നിറം മാറ്റുക മാത്രമേ ചെയ്യുള്ളൂ. അതിന്റെ തടി അതിൽ നിന്ന് ഈ മുടിയിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കൊന്നുമില്ല. അതിന്റെ തടി ഈ മുടിയിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കൂല. പിന്നെയോ ഈ മുടിയുടെ നിറത്തിന് മാറ്റം വരുത്തുക മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള വസ്തുവാണ് എങ്കിൽ അത് തലമുടി കറുപ്പിച്ചു അല്ലെങ്കിൽ താടിയുടെ മുടി കറുപ്പിച്ചു, അതോടുകൂടി ഓരോരുത്തർ സഹിയാകും. അതുപോലെ തന്നെ കുളിച്ചാൽ കുളിയൊക്കെ സഹിയാകും. നേരെ മറിച്ച് അതെ മൈലാഞ്ചി പോലെയുള്ളൊക്കെ ആണെങ്കിൽ സഹിയാകും. നേരെ മറിച്ച് അത് ആ സാധനം തേക്കുമ്പോഴേ അതിന്റെ തടി തന്നെ ഈ മുടിമലാണ് പിടിച്ച് നിൽക്കുക. എന്നാലോ എന്റെ വളം ചെയ്തും ചെയ്യൂല. അപ്പൊ ഏതായാലും ശരി, അത് ആ സാധനം കാണണം അല്ലേ. അത് ഏകദേശം നിങ്ങൾക്ക് തന്നെ അറിയാലോ, അതിന്റെ തടി തന്നെ അങ്ങോട്ട് പിന്നെ പിടിച്ചു നിൽക്കുന്നുണ്ടോ, അതല്ല മുടിയുടെ നിറം മാറ്റുക മാത്രമാണോ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാലോ. അപ്പൊ അതനുസരിച്ചാണ് തീരുമാനിക്കേണ്ടത്. രണ്ടാമത്തെ ചോദ്യം, തലമുടി കറുപ്പിക്കുന്ന വിഷയത്തിൽ ഹംബലി മദ്ഹബ് തഖ്ലീദ് ചെയ്യാൻ പറ്റുമോ? അതിൽ കറാഹത്ത് അല്ലേ ഉള്ളൂ. അതെ, തഖ്ലീദ് ചെയ്യുകയൊക്കെ ചെയ്യാം, അതുകൊണ്ട് വിരോധമൊന്നുമില്ല. ഹംബലി മദ്ഹബ് മാത്രമല്ല, മറ്റു മദ്ഹബുകളിലും തലമുടി കറുപ്പിക്കല് താടിമുടി കറുപ്പിക്കലൊക്കെ ഹറാമല്ല, കറാഹത്താണ്. എന്നാൽ വഞ്ചന ആണെങ്കിൽ ഹറാമാണ്. അതിപ്പോ എല്ലാ മദ്ഹബിലും ഹറാം തന്നെ. ഒരു വഞ്ചനയുടെ അതിലൊരു വഞ്ചന വരണിട്ട് നിൽക്കുക, എന്നാ ഹറാമാണ്. ആ വഞ്ചനക്ക് ഉദാഹരണം എന്താണ്? ഒരു പെണ്ണ് കെട്ടാൻ ഉദ്ദേശിക്കേണ്ട അവൻ ഒരു യുവതിയെ കെട്ടാൻ ഉദ്ദേശിക്കുന്നു. ഇവനാണ് താടിമുടിയൊക്കെ നിരച്ച ആളാണ്. അപ്പൊ അവൾ ഇവനെ കുറിച്ച് ഇവനൊരു യുവാവാണെന്ന് മനസ്സിലാക്കണം എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യാണ്? പിന്നെ താടിമുടിയൊക്കെ കറുപ്പിക്കണം. അത് അവളെ വഞ്ചിക്കലാണല്ലോ അല്ലേ. ആദ്യം അവന്റെ രൂപമൊക്കെ ശരിക്കും കാണിച്ചു കൊടുത്ത് അല്ലേ, പിന്നെ ചെയ്യുമ്പോ വിഷയം വേറെ. ഇത് അവള് യുവാവാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യാ. അല്ലെങ്കിൽ അവള് യുവതിയല്ല, അവളെ മുടിയൊക്കെ നിരച്ചോളാണ്. അവളെ പിന്നെ ഒരു ആലോചന നടത്തുന്ന ഒരാള്. അപ്പൊ അയാള് അവളെ കുറിച്ച് യുവതിയാണെന്ന് മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മുടി കറുപ്പിക്കുക. ഇതിലൊക്കെ വഞ്ചന ഉണ്ട്. ആ വഞ്ചന ഉണ്ടെങ്കിലേ ഹറാമുള്ളൂ, അതല്ലെങ്കിൽ ഹറാമില്ല, കറാഹത്താണ് എന്നാണ്. മറ്റു പല മദ്ഹബും അങ്ങനെയാണ്. മറ്റു പല മദ്ഹബും അങ്ങനെ തന്നെയാണ്. എന്നാൽ ഷാഫി മദ്ഹബല്ല, ഷാഫി മദ്ഹബിൽ ഹറാമ് തന്നെയാണ്. ഷാഫി മദ്ഹബിൽ തന്നെ ചില ആളുകൾക്ക് അഭിപ്രായം ഉണ്ട് ഹറാമല്ല കറാഹത്താന്നൊക്കെ ആണെങ്കിലും ഷാഫി മദ്ഹബിൽ പ്രബലമായ അഭിപ്രായം ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങളൊക്കെ മുഅ്തമദാക്കിയിട്ടുള്ളത് ഹറാമാണ് എന്ന് തന്നെയാണ്. മറ്റു മദ്ഹബ് തഖ്ലീദ് ചെയ്യുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. പിന്നെ 3 റിജാലിന് തലമുടി 3, അത് ശരി, ചോദ്യം മൂന്നാമത്തെ ചോദ്യല്ലേ. റിജാലിന് തലമുടി മുമ്പിലെ മുടി പിരടി വരെ നീട്ടലാണോ അതോ പിരടിയിലെ മുടി മുഖത്ത് വരെ നീട്ടലാണോ അനുവദനീയം? അനുവദനീയം എന്ന് പറഞ്ഞാൽ ഹറാമിന്റെയും വിഷയമല്ല. തലമുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തിബാഅ്, റസൂലുള്ളാഹിയോടുള്ള ഇത്തിബാഅ് എങ്ങനെയാണെന്ന്. മുമ്പിലെ മുടി ഉണ്ടല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി, ആ മുമ്പിലെ മുടി, തലയുടെ നെറ്റിയുടെ നേരെ മേലുള്ള മുടി, ആ മുടി ഇങ്ങനെ പിന്നിക്കിങ്ങനെ വാർന്നിടുകയാണെങ്കിൽ പെരടിയിലെത്തിയിരുന്നു എന്ന്. പെരടിയിൽ എത്രമാത്രം ഉണ്ടായിരുന്നു അതാണ്. അല്ലാതെ പെരടിയിലത്തെ മുടി, പെരടിയുടെ നേരെ മുകളിലുള്ള മുടി പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് തൂക്കിയിടുമ്പോൾ നെറ്റി വരെ ഉണ്ടായിരുന്നു പറയുമ്പോ ആ മുടി റസൂലുള്ളാഹിന്റെ മുടി അപ്പൊ ഏകദേശം പിന്നെ പുറത്തേക്കൊക്കെ തൂങ്ങിക്കിടുന്നില്ല. അതിന്റെ അർത്ഥം അങ്ങനെ ഹദീസിലില്ല. ഹദീസുകളൊന്നും അങ്ങനെയല്ല. റസൂലുള്ളാഹിന്റെ മുടിന്റെ രൂപങ്ങൾ 2-3 രീതിയിലാണുള്ളത്. അപ്പൊ അതിനേക്കാളും അപ്പുറം ചുമലിൽ ഇടക്ക് തട്ടിയിരുന്നു. അതിനേക്കാളും അപ്പുറം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി നീണ്ടതായിട്ട് ഹദീസിന്റെ കിതാബുകളിലും ഒന്നും ഇല്ല. അതിനേക്കാളും അപ്പുറം നീണ്ടിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ 3ാമത്തെ ചോദ്യം, വെപ്പ് മുടി, അതായത് കുഴിച്ചിടാത്ത സാധാരണ മുടി ഒരു ഇതുണ്ടല്ലോ, എന്തായാലും പറയാൻ, ഒരു തൊപ്പിയൊക്കെ ആ തൊപ്പിന്റെ മേലെ മുടി ഘടിപ്പിച്ചിട്ട് അത് തലമണ്ട് കഴുത്തുക, അത് കമഴ്ത്തി വെക്കുക, അങ്ങനെയല്ല. ആ മുടി വെപ്പ് മുടി വെച്ചാൽ അതെടുത്തുകൊണ്ട് തല തടവേണ്ടതുണ്ടോ? അത് വേണം. അത് വിഗ് അത് എടുത്തുകൊണ്ട് തല തടവണം. അതല്ല അതിന്റെ മേലെ തടവിയാൽ പറ്റൂല.
കാരണം അതൊരു തൊപ്പി മാതിരിയാണ്, ഈ തലക്കെട്ട് പോലെയാണ്. തലക്കെട്ടിനെ മേൽ തടവിയാൽ മതിയോ? പോരല്ലോ. ഈ തൊപ്പിന്റെ മേൽ തടവിയാൽ മതി, പോരല്ലോ. പിന്നെ തലയുടെ അതിർത്തിയിൽപ്പെട്ട സ്ഥലത്ത് തന്നെ തടവണം. തലയുടെ അതിർത്തിയിൽപ്പെട്ട മുടിയുടെ മേലോ, അതല്ലെങ്കിൽ പിന്നെ ആ മുടിയില്ലാത്ത ആളാണെങ്കിൽ തൊലിയുടെ മേലോ തടവണം. അതല്ലാതെ അതിന്റെ മേലോ തൊപ്പിയുടെ മേലോ തലക്കെട്ടിനെ മേലെ തടവിയാൽ പോരാ. അതുപോലെ തന്നെയാണ് വെപ്പുമുടിയുള്ള വിഗ് വെച്ച ആളാണെങ്കിൽ അതിന്റെ മേൽ തടവിയാൽ പോരാ. ആ വിഗ് ഉയർത്തി പിടിച്ചുകൊണ്ട് പിന്നെ അതിന്റെ തലയുടെ അതിർത്തിയിൽപ്പെട്ട സ്ഥലത്ത് തന്നെ തടവണം. അതുപോലെ തന്നെ ജനാബത്ത് കുളിക്കുന്ന സമയത്ത് അതിന്റെ മേൽ നനഞ്ഞാൽ പോരാ, അതിന്റെ താഴ്ഭാഗത്തുള്ള തല ഉണ്ടല്ലോ, ശരിക്കുള്ള തല, അത് തന്നെ നനയണം. ഇനി വേറെ ചോദ്യം, കുഴിച്ചിട്ട വെപ്പുമുടി ഉള്ള ആൾക്ക് തലയിൽ ഉണ്ടാക്കിയ കുഴിയിൽ നിർബന്ധ കുളി നടത്തുമ്പോൾ വെള്ളമെത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ടോ? അത് സാധാരണ ഇനി കുഴിച്ചിട്ട മുടിയാണല്ലോ, അങ്ങനെ പരിപാടി ഉണ്ടല്ലേ കുഴിച്ചിട്ട മുടി. ആ കുഴിച്ചിട്ട മുടിയാണെങ്കിൽ അത് അവന്റെ ശരിക്കുള്ള പിന്നെ ഈ മുടി പോലെ തന്നെയാണത്. അതേ ഈ കുഴിച്ചിട്ട മുടി എന്ന് പറഞ്ഞാൽ ഈ മുടി ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ സാധാരണ കന്നൂട്ടാറുണ്ടല്ലോ അല്ലേ, കന്നൂട്ടിട്ട് അവിടെ പിന്നെ മുടി ഞാറ് പാവാറില്ലേ, ഞാറ് പാവാർ അതുപോലത്തെ ഒരു പരിപാടിയാണ്. അതായത് ആ തലയുടെ മുടിയില്ലാത്ത സ്ഥലത്ത് വ്രണമാക്കുക, ഇല്ലാത്ത സ്ഥലത്ത് പിന്നെ മുറിവാക്കുക, അവിടുത്തെ തൊലിയൊക്കെ ശരിക്കും ചീന്തി എടുത്തിട്ട് അവിടെ ഇങ്ങനെ കന്നൂട്ടിട്ട് ചേറാക്കിയിടുമല്ലോ, അതുപോലെ ആക്കിയിടുക. എന്നിട്ട് ഈ തലമുടി ഉള്ള സ്ഥലത്ത് നിന്ന് കുറച്ച് മുടി പറിച്ചിട്ട് അവിടെ നടുക. അതാണ് ഇതന്നെയാണ് ഈ പിന്നെ ഞാറ് നടുമ്പോഴും അങ്ങനെ തന്നെയാണോ അല്ലേ? ഞാറ് പിന്നെ പാടം ശരിക്ക് ഉഴുതും പിന്നെ വളരെ ക്ലിയർ ആക്കുക, എന്നിട്ട് വേറെ സ്ഥലത്ത് നിന്ന് ഞാറ് പറിക്കുക. ഇപ്പൊ ഞാറ് പറിക്കുക ഞാറ് നടുക എന്നൊക്കെ പറഞ്ഞാൽ അറിയാത്ത കുറെ ആൾക്കാരുണ്ടല്ലേ. പടച്ചോനെ വല്ലാത്തൊരു കാലായി പോയല്ലോ. ഞാറ് പറിക്കുക ഞാറ് നടുക എന്നൊക്കെ പറഞ്ഞാൽ അറിയാത്ത ആളുകൾ കുറെ ഉണ്ട്. നമ്മുടെ കുട്ടികൾക്ക് തന്നെ അറിയണില്ലേ, നമ്മുടെ കുട്ടികൾക്ക് തന്നെ അറിയണില്ല. അല്ല മെഷീന് മാത്രം കൃഷി നടത്തുന്നില്ലേ, അല്ലെങ്കിൽ കന്നുകൂട്ടിനൊക്കെ കൃഷി ഇതാക്കുന്നതായി പോയി കാണണ്ടേ. അതിങ്ങനെ പെരന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുക, അതൊന്നും അറിയാതെ ഇങ്ങനെ ഇരിക്കല്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥയപ്പുള്ളത്. ഏതായാലും ശരി, അതേപോലെ തന്നെയാണ് ഈ തലയിൽ മുടി നടലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഉദാഹരണം പറയുകയാണെങ്കിൽ കഷണ്ടിയുള്ള ആളുകളൊക്കെ ആ തലയുടെ മുമ്പാകത്ത് മുടി ഉണ്ടാവില്ല. അപ്പോൾ ആ തലയുടെ മുമ്പാകത്ത് വ്രണമാക്കുക, അവിടുത്തെ തൊലി ചീന്തിക്കൊണ്ടോ മറ്റോ ആയിട്ട് വ്രണമാക്കും. എന്ത് മുടി ഉള്ള സ്ഥലം ഉണ്ടല്ലോ, മുടിയുള്ള സ്ഥലത്ത് നിന്ന് ആ തൊലി അടക്കം പിന്നെ മുടി 2-3 മുടി ഉള്ള ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി പറിച്ചെടുക്കും അത്രേ എന്ന് പറയപ്പെടുന്നു. അങ്ങനെ പറിച്ചെടുക്കും. എന്നിട്ട് ഈ മുടിയില്ലാത്ത ആ വ്രണമാക്കിയ ആ സ്ഥലത്ത് അതിങ്ങനെ കുഴിച്ചിടും, നടും. എന്നിട്ട് അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ആ കുഴിച്ചിട്ട സ്ഥലത്ത് അത് ശരിക്ക് മുളച്ച് ശരിയായിട്ട് അതവിടെ ആ തൊലി പിന്നെ അവിടെ ശരിക്കാൻ ചേരുകയും ആ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ ശരിക്കും മുടിയൊക്കെ ശരിക്കും മുടക്കുകയും ഈ മുടി കളഞ്ഞാൽ തന്നെ വേറെ മുടി വരികയൊക്കെ ചെയ്യുന്ന പറഞ്ഞത്. നേരത്തെ പറിച്ചെടുത്ത സ്ഥലം ഉണ്ടല്ലോ അവിടെ ശരിക്ക് സ്വാഭാവികമായ രീതിയിൽ തന്നെ വീണ്ടും മുടി വരികയും ചെയ്യും എന്നാണ് പറയുന്നത്. ആ രീതിയിലാണെങ്കിൽ അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ഒന്ന് ചെയ്യുന്ന സമയത്തൊക്കെ അതിന്റെ മേൽ തടവിയാൽ മതി. അത് കുളിക്കുന്ന സമയത്ത് അവിടെ പിന്നെ ഞാൻ തൊലി വീണ്ടും ചീന്തിർത്തിട്ട് അതിന്റെ അടിയിൽ വെള്ളം ചേർക്കൊന്നും വേണ്ട, അതിന്റെ മേലെ തന്നെ വെള്ളം ചേർത്താൽ മതി. അത് സാധാരണ തലമുടി വളർത്തുന്ന സ്ഥലത്തിന്റെ അതേ വിധി തന്നെയാണ്, സാധാരണ തലമുടിയുടെ അതേ വിധി തന്നെയാണ് അപ്പോൾ ഉള്ളത്. പിന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? ഉസ്താദെ, നിങ്ങൾ വാളിബുകാരൻ ആവില്ല എങ്കിൽ ഇനിയുള്ളതിന് മറുപടി പറഞ്ഞാൽ ഉപകാരമായിരുന്നു. വാളിബുകാരൻ എന്ന് വെച്ചാൽ മനുഷ്യന്മാര് ചിലപ്പോ വാളിബുകാരനാവില്ല അല്ലേ, ചിലപ്പോ ദേഷ്യം പിടിക്കും, ചിലപ്പോൾ ദേഷ്യം പിടിക്കൂല. അത് മനുഷ്യന്മാരെ സ്വഭാവത്തിൽപ്പെട്ടല്ലേ. ചില ആളുകൾ നല്ല മനുഷ്യന്മാരുണ്ടാവും, ഓർക്ക് അങ്ങനെ പ്രത്യേക ദേഷ്യം പിടിക്കുന്നില്ല, വളരെ ക്ഷമ ഉണ്ടാവും. ഞാൻ കാരണം അങ്ങനത്തെ ഒരു ആൾപ്പെട്ടാൽ എനിക്ക് വേഗം ദേഷ്യം പിടിക്കുന്ന ഒരാളാണ്. എന്നാലും ശരി, ഒക്കെ ചെയ്യുക, അതുകൊണ്ട് വിരോധമൊന്നുമില്ല. ഉസ്താദെ, നിങ്ങൾ ഗാലിബുകാരൻ ആവില്ല എങ്കിൽ ഇനിയുള്ളതിന് മറുപടി പറഞ്ഞാൽ ഉപകാരമായിരുന്നു. കാരണം ദിവസങ്ങൾക്ക് മുമ്പ് ചോദിച്ചിരുന്നു. അന്ന് ഞാൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അന്നുള്ളതിന് പിന്നെ അന കേട്ടുകൊണ്ടിരിക്കുമ്പോൾ DC ആവുകയും വീണ്ടും ക്ലാസ്സിൽ കയറുമ്പോഴേക്കും നിങ്ങളുടെ മറുപടി കഴിയുകയും ചെയ്തു. ചോദ്യം 1, ജുമഅക്ക് ശേഷം വന്നാൽ
ആ വന്ന ആൾ അതിൽ പങ്കെടുത്ത മസ്ബൂക്കിനെ തുടർന്നാൽ ജുമാ കിട്ടുമോ? അത് നമ്മൾ മറുപടി പറഞ്ഞാണ്. ജുമാക്ക് വന്ന ഒരാള് ജുമാ കഴിഞ്ഞിക്കണ്, ആള് വന്ന് നോക്കുമ്പോ ജുമാ കഴിഞ്ഞിക്കണ്. പിന്നെ ആ ജുമായിൽ തുടർന്ന മസ്ബൂക്കായ ആളുണ്ട്. അയാൾ എന്ത് ചെയ്യാണ്? അയാള് ഇമാമ് സലാം വിട്ടിയതിനു ശേഷം അയാൾക്കുള്ള നിസ്കാരം നിസ്കരിക്കുകയാണ്. അപ്പോൾ ആ ഇമാമിനോട് കൂടി ഇവൻ എന്ത് ചെയ്തു? ആ മസ്ബൂക്കായ ഇമാമിനെ തുടർന്നിട്ട് ഒരാൾ നിസ്കരിച്ചു. ആ ഇമാമിനോട് കൂടി, ആ മസ്ബൂക്കായ ഇമാമിനോട് കൂടി ഇവൻക്ക് ഒരു റക്അത്ത് കിട്ടും ചെയ്തു. എന്നാൽ അവന് ജുമാ ലഭിക്കുന്നതാണ്. ജുമയുടെ ആദ്യത്തെ റക്അത്തിൽ, ജുമയുടെ ഈ നിസ്കരിക്കുന്ന ആളുടെ ആദ്യത്തെ റക്അത്തിൽ പിന്നെ ജമാഅത്ത് കിട്ടണം, അത്രേ ഉള്ളൂ. ഒരു റക്അത്ത് ജമാഅത്ത് കിട്ടണം, അത്രേ ഉള്ളൂ. അപ്പോ ഇയാൾ പള്ളി ചെന്നേക്കുമ്പോഴേ അവിടുത്തെ ജുമാസ്കാരം കഴിഞ്ഞിക്കണ്. പക്ഷെ ആ ജുമാസ്കാരത്തിൽ തുടർന്ന ഒരാൾ എന്ത് ചെയ്യാണ്? ആ ജുമാസ്കാരത്തിൽ തുടർന്ന ഒരാൾ മസ്ബൂക്കായിരുന്നു. അയാള് പിന്നെ ഇമാം സലാം വിട്ടി കഴിഞ്ഞ ശേഷം അയാൾക്ക് ഒരു റക്അത്ത് നിസ്കരിക്കാണ്ട് ആ നിസ്കാരം നിസ്കരിക്കാൻ അയാള് ആ സമയത്ത് അയാളെ ഒരാൾ തുറന്നു നിസ്കരിച്ചു. എന്നാൽ ആ തുറന്ന ആൾക്കും ജുമാ ലഭിക്കുന്നതാണ്. അയാൾ 2 റക്അത്ത് നിസ്കരിച്ചാലും മതി. അയാൾ ഇപ്പൊ ആ ഇമാം സലാം വിട്ടി കഴിഞ്ഞ ആ മസ്ബൂക്കായ ഇമാം സലാം വിട്ടി കഴിഞ്ഞ ശേഷം അയാൾ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ മതി. എന്ന് മാത്രമല്ല, ഇനി അയാളെയും പിന്നെ അയാൾ എന്ത് ചെയ്ത് അയാളുടെ ഇമാമ് മസ്ബൂക്കായ ഇമാം ഉണ്ടല്ലോ, ആ മസ്ബൂക്കായ ഇമാമ് സലാം വിട്ടി കഴിഞ്ഞ ശേഷം അയാൾക്കോ റക്അത്ത് നിസ്കരിക്കാണ്ട് ആ റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി അയാൾ എഴുന്നേറ്റ് നിന്നപ്പോ വേറെ ആൾ വന്നിട്ട് അയാളെ തുടർന്ന് നിൽക്കുക. എന്നാൽ അവനും ജമാഅത്ത് കിട്ടും. അവനും ഇവനോട് കൂട്ടി ഒരു റക്അത്ത് ജമാഅത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾക്കും ജുമാ കിട്ടുന്നതാണ് എന്നാണ്. ജുമാനെ കിട്ടും. ജുമാസ്കാരത്തിലെ നിസ്കരിക്കുന്ന ആളുടെ ആദ്യത്തെ റക്അത്ത്, ആ റക്അത്തിൽ ജമാഅത്ത് ലഭിച്ചു, എന്നാൽ അയാൾക്ക് ജുമാ ലഭിക്കുന്നതാണ്. അയാൾ ജുമാ ഒരക്കത്ത് പിന്നെ 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി, 4 റക്അത്ത് നിസ്കരിക്കണ്ട. പിന്നെ ഒരു റക്അത്ത് കിട്ടിയില്ല നിൽക്കുക, എന്നാലാണ് അവിടെ 4 റക്അത്ത് നിസ്കരിക്കേണ്ടത്. ഒരു റക്അത്ത് കിട്ടിയാൽ പിന്നെ 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി, ജുമാ നിസ്കരിക്കാം, ജുമാ കിട്ടും. പിന്നെ അങ്ങനെ അയാളെത്ര തോന്നാൻ അസറിന്റെ സമയം ആകുന്നത് വരേക്കും അങ്ങനെ ആയാലും അവിടെ ജുമാ കിട്ടുന്ന. പക്ഷെ എല്ലാ നിബന്ധനാണ് ഈ തുടരുന്ന ആളുടെ ആദ്യത്തെ റക്അത്തിൽ ഒരു റക്അത്ത് ജമാഅത്തായിട്ട് ലഭിക്കണം. അപ്പൊ ആ മസ്ബൂക്ക് എഴുന്നേറ്റ് നിന്ന് അയാൾ ഒരു റക്അത്ത് ബാക്കിയുള്ള നിസ്കരിക്കുന്നു. അപ്പൊ വേറെ ആൾ തുറന്ന് നിസ്കരിച്ചു, അയാൾക്ക് ഇവനോട് കൂടി ഒരു റക്അത്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അയാൾ സലാം കിട്ടി കഴിഞ്ഞ ശേഷം ഉള്ള റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി ഇയാൾ എഴുന്നേറ്റ് നിന്നപ്പോൾ വേറൊരാള് തുടർന്നു, അപ്പൊ അയാൾക്കും കിട്ടി. അങ്ങനെ അസറിന്റെ സമയം ആവുന്നവരേക്കും അങ്ങനെ തുറന്നാലും അവർക്ക് എല്ലാവർക്കും ജുമാ ലഭിക്കുന്നതാണ്. പിന്നെ ഒരുപാട് ഇങ്ങനെ ഇടക്കൊക്കെ ഓരോ ചോദ്യം ചോദിച്ചാൽ പോരെ? ഇതുള്ള ചോദ്യമൊക്കെ പാടെ ഒരേ സമയത്താകുമ്പോൾ ഇല്ലാത്ത ബുദ്ധിമുട്ടല്ലേ? അയാൾക്ക് തന്നെ ഇനിയും ചോദ്യണ്ടേ? ഒരു മഹലിലെ ടൗണിൽ ആണ്, ഇത് എത്ര പ്രാവശ്യം നമ്മൾ മറുപടി പറഞ്ഞേ, പള്ളിയിൽ എല്ലാ സമയത്തും ജുമാ തുടങ്ങാറുണ്ട്. എന്താണ്? ഒരു മഹലിലെ പള്ളിയിൽ എല്ലാ സമയത്തും ജുമാ തുടങ്ങാറ് 1 PM എന്നാണ്. ശരി, ഒരു മഹലിലെ പള്ളിയിലെ എല്ലാ വെള്ളിയാഴ്ചയും 1 മണിക്കാണ് ജുമാ തുടങ്ങാറ്. ബട്ട് ഇപ്പോൾ അതേ മഹലിൽ തന്നെ വാഹന പാർക്കിംഗ് സൗകര്യവും മറ്റും സൗകര്യങ്ങളോടെ വേറെ പള്ളിയിലും കൂടി ജുമാ തുടങ്ങേണ്ടെന്ന് അർത്ഥം. അവിടെ 10 മിനിറ്റിന് ശേഷം ജുമാ ആരംഭിക്കുകയാണ്. അതുകൊണ്ടൊന്നും കുഴപ്പമില്ല, അത് എവിടെ നിങ്ങൾ തുറന്നാലും വേണ്ടില്ല, എവിടെ തുറന്നാലും വേണ്ടില്ല. ഒന്നിലധികം ജുമാ പറ്റുന്ന സ്ഥലമാണ് എങ്കിൽ, ഒന്നിലധികം ജുമാ പറ്റുന്ന സ്ഥലമാണ്, അതായത് ഉസുറുൽ ഇജ്തിമാ, അവിടെ ആ മഹല്ലി നിവാസികൾക്കെല്ലാം ഒരു പള്ളിയിൽ ഒരുമിച്ച് കൂടാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒന്നിലധികം ജുമാ പറ്റും. അങ്ങനെ ഒന്നിലധികം ജുമാ പറ്റുന്ന സ്ഥലമാണ് എങ്കിൽ അവിടെ ഏത് പള്ളിയിൽ നിങ്ങൾ ജുമാ കൂടിയാലും ആ ജുമാ സഹിയാകും. ആദ്യം ജുമാ നടക്കുന്ന പള്ളി അങ്ങനെയൊന്നുമില്ല, ഏത് പള്ളി ജുമാ കൂടിയാലും ജുമാ സഹിയാകും. നേരെ മറിച്ച് ഒന്നിലധികം ജുമാ പാടില്ലാത്ത മഹല്ലാണ്, എന്നാൽ അവിടെ ആദ്യത്തെ ജുമാ എവിടെയാണോ അവിടുത്തെ ജുമാ മാത്രമേ സഹിയാകുള്ളൂ, അതിനുശേഷമുള്ള ജുമാ ഒന്നും സഹിയാവുകയും ഇല്ല. അതാണ്. പിന്നെ 2 റക്അത്തിൽ അത് നേരത്തെ പറഞ്ഞു, ഒരു നിശ്ചിത എമൗണ്ടിന് മുകളിൽ നാട്ടിലേക്ക് പണം അയക്കുമ്പോൾ ബാങ്കിൽ ഒരു എക്സ്ട്രാ എമൗണ്ട് വരുന്നത് കാണാറുണ്ട്. അത് ഉപയോഗിക്കാൻ പറ്റുമോ ഉസ്താദ്? നിങ്ങൾ അയച്ച സംഖ്യയേക്കാൾ
നിങ്ങൾ അയച്ച സംഖ്യയേക്കാൾ കൂടുതൽ ബാങ്കിൽ നിന്ന് ലഭിക്കുന്നത് പലിശയായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു ഡ്രാഫ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിലുണ്ടാവില്ല എത്ര പൈസ എന്നുള്ളത്, ഇത്ര പൈസ അതിലുണ്ടാവില്ല, അതിനേക്കാളും അപ്പുറം ബാങ്കിൽ നിന്ന് നിങ്ങൾ ലഭിക്കുന്നു, അത് പലിശയായിരിക്കും. അത് വാങ്ങാൻ പാടില്ല. പിന്നെ ഉസ്താദെ, ഞാൻ മാതാപിതാക്കളും മാറാ രോഗികൾ കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. ഖാസായ ദുആന് വേണ്ടി അപേക്ഷിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കും നിങ്ങളുടെ മാതാപിതാക്കൾക്കൊക്കെ പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. മാരകമായ രോഗങ്ങൾ തൊട്ടൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെയും നമ്മളെയും നമ്മോട് ബന്ധപ്പെട്ടവരൊക്കെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. നൂരിഷാ ത്വരീഖത്തിന്റെ പ്രോബ്ലം, നൂരിഷാ ത്വരീഖത്തിന് കുറെ പ്രോബ്ലം ഉണ്ട്. അതിൽപ്പെട്ട പ്രധാന ഒരു പ്രോബ്ലമാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ദാത്ത് കൊണ്ട് അവന്റെ മഖ്ലൂഖാത്തിൽ ഹാലാണ് എന്ന വാദം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തടി കൊണ്ട് തന്നെ അവന്റെ സൃഷ്ടികളിൽ ഹാലാണ്. എല്ലാ സൃഷ്ടികളിലും അള്ളാഹു അവന്റെ തടി കൊണ്ട് തന്നെ ഉണ്ട് എന്ന വാദം. അതായത് ഈ അദ്വൈതവാദം ഉണ്ടല്ലോ, അത് അദ്വൈതവാദം ഉണ്ടല്ലോ, രണ്ടില്ല വാദമാണ്. അങ്ങനെ പറയാൻ പറ്റുമതിന്? രണ്ടില്ല. അള്ളാഹു സൃഷ്ടികളൊക്കെ ഒന്ന് തന്നെയാണ് എന്ന്. അള്ളയും അള്ളാഹുവിന്റെ സൃഷ്ടികളൊക്കെ ഒന്ന് തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളിൽ ഉണ്ട്, ദാത്ത് കൊണ്ട് തന്നെ ഉണ്ട്, അറിവ് കൊണ്ടല്ല. ദാത്ത് കൊണ്ട് തന്നെ അള്ളാഹു അവന്റെ തടി കൊണ്ട് തന്നെ അവന്റെ സൃഷ്ടികളിൽ ഉണ്ട് എന്ന വാദം അത് തികഞ്ഞ പിഴച്ചവാദമാണ്. ആ വാദം നൂരിഷാ ത്വരീഖത്തുകാർക്ക് ഉണ്ട് എന്നാണ് അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ ബഹുമാനപ്പെട്ട സമസ്തർക്ക് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് അത് പറ്റൂല, അതാണ് വിഷയം. പിന്നെ എന്തുകൊണ്ട് 23 അംഗീകരിച്ചു? 23 കൊല്ലം പിന്നെ അറിഞ്ഞില്ല വിഷയം, ഇവർക്ക് ഈ വാദം ഉണ്ട് എന്നുള്ളത് ആദ്യം തന്നെ അയാൾ പറഞ്ഞു നിൽക്കല്ലേ. ആദ്യം തന്നെ നൂരിഷാ ത്വരീഖത്തിനാ തങ്ങളുടെ വന്ന് എന്നിട്ട് പറഞ്ഞെന്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദാത്ത് കൊണ്ട് അവന്റെ മഖ്ലൂഖാത്തിൽ മുഴുവൻ ഹാലാണ് എന്നാണ് പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞു പിന്നെ നിങ്ങളെല്ലാവരും സുബൈന്റെ ശേഷം ഇന്ന് ചെല്ലണം, ദുഹറിന്റെ ശേഷം ഇന്ന് ചെല്ലണം അല്ലേ, അങ്ങനെയൊക്കെ ഓരോ അത് പറഞ്ഞു. നിങ്ങൾ പോയി പണിയൊക്കെ മനസ്സറിയില്ലേ, നാളെ ആട്ടൂലെ പിടിച്ചിട്ടില്ലേ? ഇതല്ലേ ആദ്യം പറഞ്ഞ നിങ്ങൾ എല്ലാവരും സഹോദരൻ അദ്ദേഹത്തിന് അടുക്ക ചെല്ലുന്ന ആളോടൊക്കെ നിങ്ങൾ സുബൈന്റെ ശേഷം ഇന്ന് ചെല്ലണം, പിന്നെ ളുഹ ഇങ്ങനെ നിസ്കരിക്കണം, മറ്റത് ഇങ്ങനെ ചെല്ലണം എന്നൊക്കെ. പിന്നല്ലേ മനസ്സിലാണത് ഇയാൾക്ക് ഇങ്ങനെയും കൂടി ഒന്നും ഉണ്ട് എന്നുള്ളത്. അപ്പോ ആ കാര്യം ബോധ്യപ്പെട്ടപ്പോൾ എതിർത്തു. അതിനല്ലേ വേണ്ടതും, ഇത് തന്നെയാണ് വേണ്ടതും. ഒരു കാര്യം ബാത്തിലാന്ന് ബോധ്യപ്പെടുമ്പോൾ പിന്നെ അതിനെ പിടിച്ച് തൂങ്ങരുത്. അതിന് ഒഴിവാവുകയും അതിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യണം. അതേസമയത്ത് ഒരു വസ്തുവിനെ കുറിച്ച് മോശം ആളെ കുറിച്ചൊന്നും അറിയിട്ടില്ല നിൽക്കുക, പിന്നെ എന്നാലും വെറുതെ ആളെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? പറ്റൂല്ലോ. പിന്നെ രാവിലെ വളു എടുത്ത് ഷോക്സ് ധരിച്ചാൽ പിന്നീട് വളു എടുക്കുമ്പോൾ ഷോക്സ് തടവിയാൽ മതിയാകുമോ? ഏതെങ്കിലും മദ്ഹബിൽ അനുവദനീയമാണ്? ഇല്ല, ഷോക്സ് തടയാൻ പറ്റൂല. ഷോക്സിൽ തടവിയാൽ സഹിഹാവുകയില്ല എന്നാണ് എല്ലാ മദ്ഹബും അങ്ങനത്തെ. ഹുഫയുടെ മേൽ തടവിയാൽ സഹിയാകും. പക്ഷെ ഹുഫ എന്തല്ല, ഷോക്സ് അല്ല, ഷോക്സിന്റെ മേൽ തടവിയാൽ പറ്റുകയില്ല. എന്നാൽ ഹനഫി മദ്ഹബിൽ ഇന്ന് മഷ്ഹൂറായ ഒരു അഭിപ്രായമുണ്ട്, ജൗറബ് ഷോക്സിന്റെ മേൽ തടവാം. അത് സാധാരണ ഷോക്സ് അല്ല, നല്ല കട്ടിയുള്ള, അത് മാത്രം ധരിച്ച് നടക്കാൻ പറ്റുന്ന രീതിയിൽ കട്ടിയുള്ള ഷോക്സ് ആകുമ്പോൾ അതിനുമേൽ തടവാം എന്ന് ഹനഫി മദ്ഹബിൽ ബഹുമാനപ്പെട്ട അബൂ യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് അഭിപ്രായമുണ്ട്. ആ അഭിപ്രായമാണ് ഇന്ന് ഹനഫി മദ്ഹബിൽ മഷ്ഹൂറായിട്ടുള്ളത് എന്നും കേട്ടിട്ടുണ്ട്. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, മരണപ്പെട്ട മാതാപിതാക്കളുടെ ശിഫായിന് വേണ്ടിയും ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കൾക്കും നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും പൂർണ്ണ ശിഫ നൽകട്ടെ. അള്ളാഹു അവർക്ക് അള്ളാഹുവിന്റെ ത്വാഅത്തിലായി ആഫിയത്തോടു കൂടി ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ മഹാനവർകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണ ശിഫയും അള്ളാഹുവിന്റെ ത്വാഅത്തിലായി ആഫിയത്തോടു കൂടി ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ട ആളുകൾക്കൊക്കെ അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. അവരുടെ എന്തൊരു വിഷയത്തിന് വേണ്ടിയാണ് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടത് അതൊക്കെ അള്ളാഹു തആല നിറവേറ്റി കൊടുക്കട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ആഖിബത്ത് നന്നാക്കി തരട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ച് ഈമാനോടുകൂടി മരിക്കുന്ന ഭാഗ്യാന്മാരിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹളായ ഫദ്ൽ കൊണ്ടും അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അവന്റെ അടിയാറുകളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ
വസ്സലാമു അലൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുറേ ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന് നാളെ നമുക്ക് മറുപടി നൽകാം. PM-ലൂടെ നൽകാൻ പറ്റുന്ന ചോദ്യങ്ങൾക്ക് അതിനും PM-ലൂടെ നൽകാം എന്നറിയിച്ച് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുന്നീസം ഇവിടെ ഉണ്ടെങ്കിൽ മൈക്ക് എടുക്കുക അല്ലേ? ആളുകളൊക്കെ ഉണ്ട്. ചർച്ചയുമായി മുമ്പോട്ട് പോവാം. ഇപ്പോൾ ഇന്ന് വേറൊരു സമയം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ഞാൻ മമ്മൂട്ടി സാഹിബും റൈസാൻഡ് ചെയ്തിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.